ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബാഗ് പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുകയാണ്. ജോലിയുടെ ഭാഗമായിട്ട് ഒന്ന് റീലൊക്കേറ്റ് ചെയ്ത് എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ അന്ന് ഞാൻ പോകുന്നതിൻ്റെ അന്ന് എടുത്ത വീഡിയോയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. പോകാനുള്ള ബാഗ് തലേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ നല്ല രീതിക്ക് പൊടിയും മറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം രാത്രി, അതായത് നമ്മുടെ ശനിയാഴ്ച രാത്രിയാണ് കഴുകിയിട്ടത്. കഴുകിയിട്ട് രാവിലെ കൊണ്ട് വെയിൽ വന്നപ്പോഴേ ടെറസിലൊക്കെ കൊണ്ടിട്ടു കേട്ടോ. അതിനുശേഷം ഈ രണ്ട് ലെഗിൻസും കൊണ്ടുപോകാനുള്ളതാണ്, പക്ഷേ അത് മറന്നുപോയി. അങ്ങനെ കൊണ്ടുവന്ന് അതൊക്കെ കഴുകിയിട്ടു. ബാഗ് വെയിലത്ത് വെച്ച് നമ്മളിങ്ങനെ മറിച്ചും തിരിച്ചും അപ്പം ചുടുന്ന പോലെ നമ്മൾ ഉണക്കിയെടുത്ത് കേട്ടോ. പിന്നെ അകത്തേക്ക് വന്നു. ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം തലേ ദിവസം തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് പോയി എടുക്കാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സാവും. അങ്ങനെ എല്ലാവർക്കും എടുത്തൊക്കെ കാണിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കുറച്ച് പ്രില്ല് എടുത്തിട്ടുണ്ട്, കംഫർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ തലയിൽ തേക്കാനായിട്ട് കുറച്ച് ഓയിലുകൾ, പിന്നെ എൻ്റെ ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, കോമ്പാക്ട് പൗഡർ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സ്ലൈഡ്, പിന്നെ തുണികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ തുണികളും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് തുണികൾ, അതായത് ആദ്യം ഒരു 5 ദിവസത്തേക്ക് വേണ്ടി മാത്രമുള്ള തുണികളാണ് എടുത്തത്. കത്തിയെടുത്ത് ഞാൻ നിങ്ങളെ കുത്തുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുമായിരിക്കുമല്ലോ, ഞാൻ നിൻ്റെ വീഡിയോ കാണാൻ വേണമെങ്കിൽ നിൻ്റെ കുത്തും കൂടെ കേൾക്കണം അല്ലേ? അത് ചുമ്മാ ഫണ്ണിയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഷാമ്പൂ, കണ്ടീഷണറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഹെയർ ഡ്രയർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാത്രം, ഒരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ 2 സ്പൂണും, പിന്നെ കുറച്ച് അച്ചാർ, വീട്ടിൽ കുറച്ച് അച്ചാർ ഇട്ടപ്പോൾ അതെനിക്ക് തന്നു കേട്ടോ. അങ്ങനെ പോവാൻ ഒരു 12 മണിയായപ്പോഴാണ് എൻ്റെ ബാഗ് ഉണങ്ങിയത് കേട്ടോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് എല്ലാം എടുത്ത് പാക്ക് ചെയ്യാണ്. ഡ്രസ്സൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു തലേ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതായത് ഫെബ്രുവരി 6 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ജോഡി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനൊക്കെ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡ്രസ്സ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രസ്സൊക്കെ ഞാൻ ഓൾട്ടർനേഷനൊക്കെ കൊടുത്ത് എല്ലാവർക്കും മേടിച്ചോണ്ട് വെച്ചേക്കാണ്. ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് ദൂരത്തേക്ക്, എറണാകുളം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് 5 മണിക്കൂറുണ്ട്. 5 മണിക്കൂർ ഒരു വലിയ ദൂരമല്ല എങ്കിൽ പോലും നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്താണ് ഞാൻ മുമ്പ് ഹോസ്റ്റലിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന ടൈമിൽ എനിക്ക് എപ്പോൾ വീട്ടിലോട്ട് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ പോകുന്നു. എനിക്ക് വൈകുന്നേരം ഇങ്ങനെ ഹോസ്റ്റൽ അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്കായിരിക്കും ഉമ്മാർ ചോറും മീൻകറിയും കഴിക്കാൻ തോന്നുന്നത്. ഫാസ്റ്റായിട്ട് ഞാൻ അപ്പം തന്നെ പോവും. വണ്ടി എടുക്കുന്നു, പോകുന്നു. 2 വീലറുണ്ട്, അപ്പോൾ അതുകൊണ്ട് പോവാം. പക്ഷേ ഇത് എറണാകുളമാണ്. എനിക്ക് ആരും അറിഞ്ഞൂടാത്തൊരു സ്ഥലമാണ്. അവിടേക്ക് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അങ്ങനത്തെ എല്ലാം പാക്ക് ചെയ്യാണ്. ഡ്രസ്സും മറ്റു കാര്യങ്ങളെല്ലാം ആദ്യം ഞാൻ ഓയിലി ഐറ്റംസ്, നമ്മുടെ എണ്ണ, കണ്ടീഷണർ, ഷാമ്പൂ, ഫേസിലിടുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളതെല്ലാം കൂടി ഒരു കവറിലാക്കിയിട്ട് പാക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ മടക്കി വെച്ചിരുന്ന കുറച്ച് തുണികൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് നടക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനായിട്ടൊരു ട്രാക്ക് പെയിൻറ്റും അതിൻ്റെ ഡ്രസ്സ്, പിന്നെ കുറച്ച് 3-4 ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു നല്ല 1-2 ഡ്രസ്സ് മാത്രം. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഓഫീസ് വെയർ ആയിട്ടുള്ള ഡ്രസ്സസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ജീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്കും ബ്ലൂവും. പിന്നെ ടോപ്പൊക്കെ എല്ലാം നമുക്കത് പെയർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വിഷമമായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ വിഷമം എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു വലുതായിട്ടൊരു ഹോം പേഴ്സണൊന്നും അല്ല, പക്ഷേ എങ്കിൽ കൂടിയും എനിക്ക് നല്ല രീതിയിൽ വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മടക്കി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കണമെന്ന് വിചാരിച്ചതാണ്. ബാഗിൻ്റെ അകത്തോട്ട് വെച്ചപ്പോൾ അതെല്ലാം ചുരുട്ടി കയറ്റിയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഷോളുകളാണ് തലേ ദിവസം പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷോൾസ് എല്ലാം പഴയ മോഡലായിരുന്നു. അങ്ങനെ അതെല്ലാം റീപ്ലേസ് ചെയ്ത് പുതിയ കുറച്ച് ഷോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സ്, ഇതിപ്പോൾ എനിക്ക് ഇത് പാൻറ്റും മറ്റു കാര്യങ്ങളാണ്, ലെഗിൻസ് ഒക്കെയാണ് കേട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന G&M എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലെഗിൻസാണ്. അത് കൂടുതലും ഞാൻ മേടിക്കുന്ന ആർക്കയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. RK വെഡ്ഡിങ്സിൽ അത് ഞാൻ കണിയാപുരത്തുനിന്നോ നമ്മുടെ ട്രിവാൻഡ്രത്തുനിന്നോ വാങ്ങിക്കാറുണ്ട്. അത് തന്നെയാണ് ഞാൻ ലെഗിൻസായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെൻ്റെ ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡ്ഷീറ്റ്, പിന്നെ വീട്ടിലിടുന്ന നൈറ്റ് വെയേഴ്സ്, അങ്ങനത്തെ ഉള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളായിരുന്നു. തലകണിയൊറ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഷോർട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഇന്നർ ഐറ്റംസ് എല്ലാം കൂടി ഞാനൊരു കവറിൽ വെച്ചിട്ട് അതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സ്പീഡാണ് ചെയ്യുന്നത്. 12:30 ആയപ്പോഴാണ് ബാഗ് ഉണങ്ങി കിട്ടിയത്. എനിക്ക് 2:30 എനിക്ക് തമ്പാനൂർ എത്തണമായിരുന്നു. 12:30-1 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനെല്ലാം ജോലി ഒതുക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോയത്. കാരണം ബാഗ് ഉണങ്ങിയപ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് 2:50 ജലശതാബ്ദി ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2:50 സ്റ്റേഷനിൽ എത്തണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് എല്ലാം കൂടി വാരിയിട്ടൊക്കെ കൊണ്ടുപോവാണ് ചെയ്തത് കേട്ടോ.
നമ്മൾ ബാഗ് എൻ്റെ അനിയൻ്റെ കയ്യിലിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ ഞങ്ങളൊക്കെ നമ്മൾ വെക്കുന്ന പോലെ കവറിലൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് അങ്ങനെ അലമാരയുടെ മുകളിൽ വെക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പയ്യന്മാരല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ നല്ല രീതിക്ക് അലമാര മണ്ടയിൽ ഫ്രഷ് ആയിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല പൊടിയൊക്കെ അടിച്ച് കിടന്നു. പിന്നെ എനിക്ക് നല്ല പണിയുണ്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം മുമ്പേ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ബാഗ് എടുക്കുന്നില്ലേ എന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു തലേദിവസം എടുത്താൽ മതിയല്ലോ, ഒന്ന് തുടച്ചെടുക്കുക, കൊണ്ടുപോവാം. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അവൻ ഈ കോലത്തിലാണ് ബാഗ് എനിക്ക് കിട്ടിയതെന്ന്. പിന്നെ പെട്ടെന്ന് ബാഗൊക്കെ കഴുകിയിട്ട് പിറ്റേ ദിവസം ഞാൻ മറ്റേ ദോശ ചുടുന്ന പോലെ മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഉണക്കി എടുത്തിട്ട് ഞാൻ അതിലെല്ലാം പാക്ക് ചെയ്യാണ് ചെയ്തത് കേട്ടോ. 2 ബാഗാണ് കൊണ്ടുപോയത്. എല്ലാം കൂടെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 10, 50, 60 കിലോ ഞാൻ അന്ന് തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാഗിലോട്ടൊക്കെ എല്ലാം പാക്ക് ചെയ്തു. പിന്നെ എൻ്റെ കൊച്ചു ബാഗ് ഉണ്ടായിരുന്നു, ഞാൻ ഓഫീസ് ബാഗായിട്ട് യൂസ് ചെയ്യുന്നൊരു ബാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് തുണികളും മറ്റൊക്കെ വെച്ചു. ഇതൊക്കെ ഈ തുണി എന്നൊക്കെ പറയുന്നത് അയൺ ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. നമ്മളെപ്പോഴും തുണി അയൺ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ വരുന്ന ഒരു തുണിക്ക് 15, 10 എന്നൊക്കെ റേറ്റിൽ അവർ മേടിക്കും. അവിടെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിക്ക് തുണികൾ അയൺ ചെയ്ത് തരും. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു തുണിയാണെന്ന് വിചാരിച്ചു, ഇപ്പം നമുക്ക് ഈ ഡ്രസ്സ് ഇന്നിടാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഈ ഡ്രസ്സ് പഴയതായ പോലെ നമുക്ക് തോന്നുന്നു. അങ്ങനെയുള്ള ഡ്രസ്സസൊക്കെ അവരെ കയ്യിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തേച്ച് തരുമ്പോഴത്തേക്കും നമുക്ക് ഇത് തോന്നും, വാവ് എന്ത് രസം, ഇതൊന്നും ഇട്ടാലോ, ഇടാൻ കൊതിയാവുന്നു നമുക്ക് തോന്നും അല്ലേ. അങ്ങനെ ഈ നീല ടോപ്പ് വെച്ചപ്പോൾ അതിന് ഒരുപാട് സ്ഥലം അപഹരിക്കുന്നുണ്ട് കേട്ടോ ആ ടോപ്പ്. അങ്ങനെ ഞാൻ ആ ടോപ്പ് മാറ്റിയിട്ട് ഞാൻ ആ സ്പേസിലേക്ക് ഒരു 3 ടോപ്പ് ഒത്ത് മടക്കി അങ്ങ് വെച്ചു. പിന്നെ ഇനി വെക്കാനുണ്ട് കേട്ടോ, സ്ലൈഡുകൾ വെക്കാനുണ്ട്. പിന്നെ കുറച്ച് അത്യാവശ്യത്തിനായിട്ട് ഒന്ന് നമ്മുടെ ഇൻസ്റ്റാമാർട്ടും സെപ്റ്റോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ ഒരു പേഡ്, കുറച്ച് ക്ലിപ്പ്, അങ്ങനെ നമ്മുടെ അത്യാവശ്യത്തിന് ആരെടുത്തും ചോദിക്കാതെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്പ്രേ എടുത്തിട്ടുണ്ടായിരുന്നു, ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ ചോറ് കൊണ്ടുള്ള പാത്രം, കുറച്ച് ചിയാ സീഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്താണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കത്തിയും, നമ്മൾ ഫ്രൂട്ട്സോ വല്ലതൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാനായിട്ട് കത്തിയും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഈ കൊച്ചു ബാഗിലോട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത്. കൊച്ചു ബാഗിലോട്ടാകുമ്പോഴത്തേക്ക് നമ്മൾ തൂക്കിക്കൊണ്ട് പോകുന്ന ബാഗല്ലേ, മറ്റേ ബാഗിനെ പോലെ ഒരുപാടിട്ട് അടിക്കുകയും മറ്റൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കവറിലാക്കി തന്നെയാണ് പാക്ക് ചെയ്തത്. അതുകൊണ്ട് എന്താ റൂമിൽ വന്ന് എടുത്തപ്പോൾ ഒരു 10 കവറെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കവറിലാക്കി പാക്ക് ചെയ്തുകൊണ്ട്. കത്തി ഞാൻ പിന്നെ ഒരു പേപ്പർ എടുത്തു, വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ കൊച്ചിൻ്റെ ബുക്കിൽ നിന്ന് പേപ്പർ ഞാൻ കീറി എന്ന് പറയണം. കീറിയതിന് ശേഷം അതിൽ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും തുണിയോ മറ്റോ ഒക്കെ അതിൽ കൊണ്ടുവന്നതിൽ തന്നെ ഒരു 5 ദിവസത്തെ തുണി എടുത്തിട്ടുള്ളെങ്കിൽ പോലും എല്ലാം പുതിയ തുണിയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ടെൻഷനാണ്. പഴയ തുണിയാണെങ്കിൽ എനിക്ക് അത്രയും ടെൻഷനില്ലായിരുന്നു. പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അയ്യോ എൻ്റെ ഡ്രസ്സിൽ വല്ല ആവോ, കീറിപ്പോവോ, നശിച്ചു പോവോ എന്നൊക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ഇറങ്ങാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഫാസ്റ്റായിട്ട് പാക്ക് ചെയ്തതൊന്നും നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പേജൊന്ന് ആക്റ്റീവ് ആക്കണം, ഇനിയും കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ മൈൻഡിലുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഞാനിപ്പം എറണാകുളത്താണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം എറണാകുളത്താണ്. ഇന്നെൻ്റെ 2nd ഡേ ആണ് ഞാൻ ഓഫീസിലോട്ട് ജോബിന് പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ടൈമും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കും കേട്ടോ. അങ്ങനെ ഈ 2 ബാഗാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. ലാസ്റ്റ് ഈ കുപ്പികളും എല്ലാം കൂടെയൊക്കെ അതിൻ്റെ അകത്ത് കൊള്ളാതെ വന്നപ്പോൾ കുറച്ചെടുത്ത് ഈ ഇപ്പോഴത്തെ കൊച്ചു ബാഗിലോട്ടെല്ലാം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബാഗിൽ ലാസ്റ്റ് വന്ന സമയത്ത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് ഈ വോയിസ് ഓവറൊക്കെ ചെയ്യുന്ന ടൈമിൽ എൻ്റെ കഴുത്തൊക്കെ നല്ല പെയിനുണ്ട്. കാരണം ഞാൻ ഈ എറണാകുളത്ത് ടൗണിൽ ഇറങ്ങിയിട്ട് രാത്രി ഒരു 7-7:30ക്കാണ് ട്രെയിൻ എത്തിയത്. പിന്നെ എനിക്ക് ഓട്ടോയൊക്കെ വിളിച്ച് പോകാൻ നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പുതിയ സ്ഥലമാണ്, ഒരു ഗോൾഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ടൈമിലൊക്കെ പേടി വേണമല്ലോ, നമുക്ക് പെട്ടെന്ന് വണ്ടിയൊക്കെ വിളിച്ച് പോകാനും മറ്റുമൊക്കെ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുപ്പിയാണ് കേട്ടോ, ഗ്ലാസ്. ഞാൻ ചായ കുടിക്കാനായിട്ട് എവിടെ പോകുമ്പോഴത്തേക്കും ഞാനൊരു ഗ്ലാസ് കൊണ്ടുപോകാറുണ്ട്. ഗ്ലാസ്, പിന്നെ ചോറും കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന 2 പാത്രങ്ങൾ, ചീപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലെടുത്ത് വെച്ചു കേട്ടോ. അതൊക്കെ ഞാൻ പിന്നെ ഇതിനകത്ത് വെച്ചിട്ട് അത് മാറ്റി ഇങ്ങോട്ടെടുത്ത് വെക്കുകയാണ് ചെയ്തത്. ഓയില്, ചീപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലോട്ട് സെപ്പറേറ്റ് കവറിലിട്ട് മറ്റേ വലിയ
വലിയ ബാഗിൽ വെക്കാൻ നോക്കിയപ്പോൾ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ അത് ചെറിയ ബാഗിലോട്ടാണ് വെച്ചത്. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ച്. ഇത് മാത്രമല്ല കേട്ടോ, എനിക്കൊരു ചെറിയ മറ്റേ നമ്മുടെ ഇങ്ങനെ ക്രോസ് ബാഗ് കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തായിരുന്നു ക്യാഷും പിന്നെ അത്യാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇട്ടൊക്കെ വെച്ച് എല്ലാം പാക്ക് ചെയ്ത് വെച്ച് കുളിക്കാനൊക്കെ പോയി. ക്യാഷൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. എടുത്ത് വെച്ച് ഹോസ്റ്റലിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ ബാഗ് പാക്കിംഗ് വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട്